നമസ്കാരം സുഹൃത്തുക്കളെ, മോഹൻലാൽ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് റാം. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച ചിത്രങ്ങളൊക്കെ വൻ ഹിറ്റുകളാകാറുണ്ട്. റാമിന്റെ പുതിയ അപ്ഡേറ്റ് നിരാശയുണ്ടാക്കുന്നതാണ്. റാം വൈകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ചിത്രീകരണം ഓഗസ്റ്റിൽ പൂർത്തിയാക്കി ക്രിസ്മസിന് തിയേറ്ററിൽ എത്തിക്കാനായിരുന്നു നേരത്തെ ആലോചനകൾ ഉണ്ടായിരുന്നത്. നിലവിലെ സൂചനകൾ റാം ഒന്നാം ഭാഗം ഡിസംബറിൽ പ്രദർശനത്തിന് എത്തില്ല എന്നാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ വൈകുന്നതിനാലാണ് ചിത്രം ഓഗസ്റ്റിൽ പൂർത്തിയാക്കാനാകാത്തത് എന്നാണ് റിപ്പോർട്ട്. എന്നാൽ L360 മോഹൻലാൽ ചിത്രമായി ക്രിസ്മസിന് പ്രദർശനത്തിന് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാനരചന നിർവഹിക്കുന്നത് വിനായക് ശശികുമാറാണ്. മോഹൻലാലിന്റെ റാമിന്റെ തീം സോങ് താൻ ഇംഗ്ലീഷിലാണ് എഴുതിയതെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് വിനായക് ശശികുമാർ. എഴുതിയത് ജിത്തു സാറിന് മുന്നിൽ താൻ അവതരിപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. ഒരു മാസ് സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് സോങ് അല്ല, ഒരു ജെയിംസ് ബോണ്ട് സിനിമയിൽ വരുന്ന വിധത്തിലുള്ള പാട്ടായി അതിനെ കാണാമെന്നും പറയുകയാണ് വിനായക് ശശികുമാർ. മോഹൻലാൽ നായകനായ റാം സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റുപോയി എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ എന്നിവർക്കൊപ്പം ചിത്രത്തിൽ സംയുക്ത മേനോൻ, സുമൻ എന്നിവരും കഥാപാത്രങ്ങളായി മോഹൻലാലിന്റെ റാമിലുണ്ട്. ഒരു റോ ഏജന്റ് കഥാപാത്രമായ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോൾ വമ്പൻ വിജയ ചിത്രമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദിൽ ഹുസൈൻ ഒരു പ്രധാന കഥാപാത്രമാകുമ്പോൾ മോഹൻലാലിന്റെ റാമിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ് നിർവഹിക്കുന്നത്. സംഗീതം വിഷ്ണു ശ്യാം നിർവഹിക്കുന്നു. മമ്മൂട്ടിക്ക് ഷർട്ട് സമ്മാനിച്ച് കുഞ്ചന്റെ മകളും പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചൻ. വൈറ്റ് മുസ്താഷ് എന്ന സ്വന്തം ബ്രാൻഡിന്റെ ഷർട്ടാണ് സ്വാതി മമ്മൂട്ടിക്ക് സമ്മാനിച്ചത്. നടൻ കുഞ്ചന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന താരമാണ് മമ്മൂട്ടി. വൈറ്റ് മുസ്താഷിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സ്വാതി ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയായിരുന്നു പ്രത്യേകം ഡിസൈൻ ചെയ്ത ചുവന്ന ഷർട്ട് സ്വാതി സമ്മാനമായി നൽകിയത്. താരപുത്രി എന്ന ലേബലിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ തന്റേതായ ഇടം നേടിയെടുത്ത ആളാണ് സ്വാതി. നീത അംബാനിയുടെ ഹർ സർക്കിൾ, ഫെമിന എന്നിവയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് സ്വാതിക്ക്. ഫെമിനയിലെ ഹെഡ് സ്റ്റൈലിസ്റ്റ് ആയ അക്ഷിത സിംഗിന് കീഴിലായിരുന്നു സ്വാതി ആദ്യം ജോലി നോക്കിയത്. പിന്നീട് ഹെഡ് സ്റ്റൈലിസ്റ്റ് ആയി മാറിയ സ്വാതി ഇന്ന് ഏറെ തിരക്കുള്ള, ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഫാഷൻ സ്റ്റൈലിസ്റ്റ് ആണ്.